പഞ്ചാബ്, മുംബൈ, മോഹൻ ബഗാൻ തുടങ്ങിയ ടീമുകൾക്കെതിരെ ക്ലീൻ ഷീറ്റോടുകൂടി ഹാട്രിക് വിജയം നേടിക്കൊണ്ട് സീസൺ പാതി അവസാനിപ്പിച്ച ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷയായിട്ടുള്ള തോൽവിയോടുകൂടിയാണ് സീസൺ പുനരാരംഭിക്കാൻ സാധിച്ചത്. ഇവിടെ ലൂണ, പെപ്പറ, വിപിൻ തുടങ്ങിയ പ്ലേയേഴ്സിന്റെ അഭാവം ബ്ലാസ്റ്റേഴ്സിന്റെ തോൽവിക്ക് കാരണമായി പറയാമെങ്കിലും സത്യത്തിൽ സീസണിന് മുമ്പ് നേടിയ ഹാട്രിക് വിജയത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന അസർ, ഐമൻ, ലസ്കവ് തുടങ്ങിയ പ്ലേയേഴ്സിന്റെ സീസണിൽ തിരിച്ചു വന്നതിന് ശേഷമുള്ള മോശം പ്രകടനം കൂടിയാണ് ബ്ലാസ്റ്റേഴ്സിന് ഒഡീഷയായിട്ടുള്ള പരാജയത്തിന് കാരണം. പഞ്ചാബ് ആണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് 3 മത്സരങ്ങൾക്ക് മുമ്പ് നേരിട്ട ഒരു പഞ്ചാബായിട്ടല്ല നിലവിൽ അവരുടെ ഫോം നിൽക്കുന്നത്. ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള പരാജയത്തിന് ശേഷം നടന്ന പഞ്ചാബിന്റെ 3 മത്സരങ്ങളിൽ ചെന്നൈക്കെതിരെ നേടിയ തങ്ങളുടെ ലീഗിലെ ആദ്യ വിജയമടക്കം അവസാനം നടന്ന മത്സരത്തിൽ ബാംഗ്ലൂരിനെതിരെ 3-1 മികച്ച വിജയം നേടിക്കൊണ്ട് 2 വിജയങ്ങൾ നേടാൻ പഞ്ചാബിന് സാധിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പഞ്ചാബ് FC-യിലേക്ക് വന്നാൽ അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫോർവേഡുകളായ ലൂക്ക മാച്ചൻ, മദിഹ് തലാൽ, വില്യം ജോർദാൻ തുടങ്ങിയ പ്ലേയേഴ്സ് തന്നെയാണ്. നിലവിൽ പഞ്ചാബ് അവസാനമായി കളിച്ചിട്ടുള്ള സൂപ്പർ കപ്പിലും ലീഗിലും അടക്കം ഈ ഫോർവേഡുകൾ തമ്മിലുള്ള കോമ്പിനേഷനിലൂടെ മികച്ച ഗോളുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. പഞ്ചാബ് അവസാനം കളിച്ചിട്ടുള്ള ബാംഗ്ലൂരിനെതിരായ മാച്ചിൽ അവർ ആ മത്സരത്തിൽ നേടിയ 3 ഗോളുകളിൽ ഓരോ ഗോളുകൾ വീതം നേടിയത് ഈ ഫോർവേഡുകളായ ലൂക്കയും, മദിഹ് തലാലും, ജോർദാനുമാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള മത്സരത്തിലേക്ക് വരുമ്പോൾ പഞ്ചാബിന് തിരിച്ചടിയാവുന്നത് ബ്ലാസ്റ്റേഴ്സ് ആയിട്ടുള്ള പഞ്ചാബിൻ്റെ ആദ്യ മത്സരത്തിൽ 59-ാം മിനിറ്റിൽ സബ്സ്റ്റിറ്റ്യൂട്ടായി വന്നുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിനെ വിറപ്പിച്ച് നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ച സ്ട്രൈക്കറായ വിൽമർ ജോർദാൻ ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ ഇറങ്ങുമോ എന്ന ചോദ്യത്തിലാണ്. കാരണം ഈ മാസം 3-ാം തീയതി പഞ്ചാബ് ബാംഗ്ലൂരിനെതിരെ കളിച്ച അവസാന മത്സരത്തിൽ ഒരു ഗോൾ നേടി നിൽക്കുകയാണ് ഓൾറെഡി മസിൽ ഇഞ്ചേർഡായ ജോർദാൻ കളിയുടെ 59-ാം മിനിറ്റിൽ വീണ്ടും ഇഞ്ചറി വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടത്. ഇതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ജോർദാൻ ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇവിടെ നമ്മുടെ പെപ്രയെ പോലെ ഫിസിക് ഉപയോഗിച്ച് കളിക്കുന്ന പ്ലെയറാണ് സ്ട്രൈക്കറായ ജോർദാൻ. അദ്ദേഹത്തിൻ്റെ ഈ ഫിസിക്കും ഏരിയയും എബിലിറ്റിയും ഒക്കെ വളരെ മികച്ച രീതിയിൽ പഞ്ചാബിൻ്റെ ഫോർവേഡിൽ യൂസ് ചെയ്യുന്നതായിരുന്നു കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായി നമുക്ക് കാണുവാൻ കഴിഞ്ഞത്. ഇനി ഒഡീഷ ഡിഫൻസിലേക്ക് വന്നാൽ ലീഗിൽ പഞ്ചാബ് കളിച്ചിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിനെതിരായ മത്സരത്തിൽ അടക്കമുള്ള 5 മത്സരങ്ങളിൽ ആകെ 3 ഗോളുകൾ മാത്രമാണ് പഞ്ചാബ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇത് ബ്ലാസ്റ്റേഴ്സ് നേടിയ ഗോളാണെങ്കിൽ ഒരു പെനാൽറ്റി ആണെന്ന് നമ്മൾ ഓർക്കണം. ഇങ്ങനെയാണെങ്കിൽ അവസാന ലീഗിലെ 5 മത്സരങ്ങളിൽ ഒപ്പോണ്ട ബിൽഡപ്പ് പ്ലേയിലൂടെ 2 ഗോളുകൾ മാത്രമാണ് അവസാന 5 മത്സരത്തിൽ പഞ്ചാബ് കൺസീഡ് ചെയ്തിട്ടുള്ളൂ. ഇതുകൊണ്ട് തന്നെ പഞ്ചാബിൻ്റെ ഈ ഡിഫൻഡിങ് യൂണിറ്റിനെ മറികടക്കുക എന്നത് ദിമിത്രി അടക്കമുള്ള ഫോർവേഡുകൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല. ഇത്തരത്തിലുള്ള മികച്ച ഡിഫൻഡിങ് റേസിൻ്റെ പഞ്ചാബിന് നടത്താൻ സാധിക്കുന്നതിൽ വലിയൊരു പങ്ക് അവരുടെ ഗ്രീക്ക് ഫോറിൻ സെൻറ്റർ ബാക്കായ ചാർൾസ് സായിസിന് അർഹതപ്പെട്ടതാണ്. ISL ഓൾമോസ്റ്റ് എല്ലാ വീക്കിലുമുള്ള ബെസ്റ്റ് 11-ൽ സെൻറ്റർ ബാക്ക് സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ പേര് നമുക്ക് കാണുവാൻ സാധിക്കും. കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് 11-ലും അദ്ദേഹത്തിൻ്റെ പേരുണ്ടായിരുന്നു. ഇനിയുടെ കഴിഞ്ഞ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് നേരിട്ട പഞ്ചാബിൽ നിന്നും വന്നിട്ടുള്ള വലിയൊരു മാറ്റം, പഞ്ചാബായിട്ടുള്ള ആദ്യ മത്സരത്തിൽ പഞ്ചാബിൻ്റെ ഗോൾ കീപ്പർ അടക്കം 4 ഫോറിൻ പ്ലേയേഴ്സാണ് കളത്തിലിറങ്ങിയത്. അതായത് ഗോൾ കീപ്പറെ കൂട്ടാതെ ഓൺ ഫീൽഡിൽ 3 ഫോറിൻ പ്ലേയേഴ്സ് മാത്രമേ പഞ്ചാബിനുണ്ടായിരുന്നുള്ളൂ. സെൻറ്റർ ബാക്കായ ചാർൾസ് സായിസ് ഡിഫൻസിലും ഫോർവേഡുകളായ ലൂക്കയും, മദിഹ് തലാലും അറ്റാക്കിലും. എന്നാൽ റീസെൻ്റായി നടന്ന ബാംഗ്ലൂർ അടക്കമുള്ള മത്സരങ്ങളിൽ ഇന്ത്യൻ ഗോൾ കീപ്പറായ രവികുമാർ പഞ്ചാബിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവലിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ഡിഫൻസിലും ഫോർവേഡിലുമായി ഗോൾ കീപ്പറെ കൂടാതെ ഓൺ ഫീൽഡിൽ 4 ഫോറിൻ പ്ലേയേഴ്സ് ഇറങ്ങുന്ന ടീമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത പ്ലേയേഴ്സുകൾക്കൊക്കെ പുറമെ ഈ കഴിഞ്ഞ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും സ്ട്രൈക്കറായ വിദ്യാസാഗറെ ഫ്രീ ട്രാൻസ്ഫറിലും വൈഡ് മിഡ്ഫീൽഡറായ ബ്രൈസ് മിരാൻഡയെ ലോണിലും ഹൈദരാബാദിൽ നിന്ന് ഡിഫൻസീവ് മിഡ്ഫീൽഡറായ സഹിലിനെ ലോണിലും എത്തിച്ചുകൊണ്ട് ടീം സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. ഇതിൽ സഹിൽ പഞ്ചാബിൻ്റെ സ്റ്റാർട്ടിംഗ് ലെവനിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ ഇറങ്ങുവാനും ബ്രൈസ് മിരാൻഡ സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങുവാനും സാധ്യതയുണ്ട്. ഇവിടെ പഞ്ചാബിന് ടീമിനെ ഓവറോൾ നോക്കുകയാണെങ്കിൽ സ്ട്രൈക്കറായ വിൽമർ ജോർദാൻ്റെ അഭാവം ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിലും ബ്രൈസ് മിരാൻഡയും സഹിലിനെയും പോലെയുള്ള മികച്ച പ്ലേയേഴ്സിനെ ടീമിൽ എത്തിച്ചുകൊണ്ട് ടീം സ്ട്രെങ്തൻ ചെയ്തൊരു പഞ്ചാബിനെയാണ് ബ്ലാസ്റ്റേഴ്സ് നേരിടാൻ പോകുന്നത്. ഇനി ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നാൽ പഞ്ചാബായിട്ടുള്ള ആദ്യ മത്സരത്തിൽ പഞ്ചാബിൻ്റെ മികച്ച ഡിഫൻഡറായ ചാർൾസ് സായിസിനെ അടക്കം തൻ്റെ ഫിസിക് ഉപയോഗിച്ച് മികച്ച ചാലഞ്ച് നൽകിയ പെപ്ര ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ക്വാഡിലില്ലാത്തതും പഞ്ചാബിനെതിരായ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടിയാണ്. പെപ്ര ടീമിലുള്ളപ്പോൾ നടത്തുന്ന ഗ്രൗണ്ട് ഡ്യൂൾസ്, ഏരിയൽ ഡ്യൂൾസ്, അതുപോലെ ബിൽഡപ്പിൽ നൽകുന്ന പാസിംഗ് കോൺട്രിബ്യൂഷനുകളൊന്നും മറ്റൊരു പ്ലെയറിനും അത്ര എളുപ്പത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫോർവേഡിൽ കൊണ്ടുവരാൻ സാധിക്കില്ല. കാരണം പെപ്പർക്ക് പകരം ഇറങ്ങിയ നിഹാൽ ഒഡീഷയായിട്ടുള്ള മത്സരത്തിൽ 11-ാം മിനിറ്റിൽ തന്നെ മികച്ചൊരു അസിസ്റ്റ് നൽകി വരവ് അറിയിച്ചെങ്കിലും പിന്നീട് മികച്ചൊരു പെർഫോമൻസ് ഗ്രൗണ്ടിൽ കാണാൻ കഴിഞ്ഞില്ല. നിഹാൽ 65 മിനിറ്റ് വരെയാണ് കളിച്ചിട്ടുള്ളെങ്കിൽ പോലും ആകെ 8 പാസുകളിൽ 5 മാത്രമാണ് മികച്ച രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചത്. കൂടാതെ ഏരിയൽ ബോളുകളൊന്നും വിൻ ചെയ്യാനും സാധിച്ചിട്ടില്ല. ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ കണ്ടാൽ അറിയാം, ഡിഫൻസിൽ നിന്നൊക്കെ ഒരുപാട് ഏരിയൽ ബോളുകൾ ഫോർവേഡിലേക്ക് വരാറുണ്ട്. അത് മിഡ്ഫീൽഡിൽ നിന്ന് അറ്റാക്കിംഗ് ത്രെഡിൽ നിന്ന് വിൻ ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്കിങ്ങിലൂടെ പലപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് ഡേഞ്ചർ സൃഷ്ടിക്കുവാനും ഗോളുകൾ നേടാനും സാധിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അറ്റാക്കിംഗ് പെപ്രയെ പോലെ ഫിസിക്കും ഏരിയൽ എബിലിറ്റിയുമുള്ള പ്ലേയേഴ്സിനെയാണ് നമുക്ക് ആവശ്യം. ഇതിൻ്റെ മികച്ച ഉദാഹരണമാണ് ATK മോഹൻ ബഗാനായിട്ടുള്ള മത്സരത്തിൽ കളിയുടെ 9-ാം മിനിറ്റിൽ റൈറ്റ് ബാക്ക് പോസ്റ്റിൽ നിന്ന് പ്രീതം നൽകിയ ഡയഗണൽ ലോങ് ബോൾ വിൻ ചെയ്ത് പെപ്രയിലൂടെ ബ്ലാസ്റ്റേഴ്സ് നടത്തിയ അറ്റാക്കിങ്ങും അതിലൂടെ ദിമി നേടിയ ഗോളും.
ഇതുകൊണ്ട് തന്നെ പഞ്ചാബായിട്ടുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒഡീഷയ്ക്കെതിരെ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത നിഹാലിന് പകരം ഒഡീഷയായിട്ടുള്ള മത്സരത്തിൽ 83 മിനിറ്റിൽ ഇറങ്ങി പെപ്രയുടെ ചില മൊമെന്റ്സുകൾ ഓർമ്മപ്പെടുത്തിയ ഫെഡർ സീർണിച്ച് എന്ന ലുത്തിയനൻ ക്യാപ്റ്റൻ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അദ്ദേഹം ഇറങ്ങിയാൽ തീർച്ചയായും പെപ്രയെ പോലൊരു ഇമ്പാക്ട് ഫോർവേഡിൽ ഉണ്ടാക്കാൻ സാധിക്കും. അത് അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് മത്സരങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ പുതിയ സൈനിങ് ആയ ഫെഡർ സീർണിച്ചിൻ്റെ പ്ലെയർ അനാലിസിസ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞാണ്. അത് ഈ വീഡിയോൻ്റെ എൻഡ് സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് ശേഷം അത് വേണമെങ്കിൽ കാണാവുന്നതാണ്. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലും മിഡ്ഫീൽഡിലുമാണ് ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. പഞ്ചാബായിട്ടുള്ള മത്സരത്തിൽ മിഡ്ഫീൽഡിൽ മികച്ച പെർഫോമൻസ് പുറത്തെടുത്ത വിപിൻ ടീമിൽ ഇല്ലാത്തതിന് പുറമെ ആ മത്സരത്തിൽ വിപിനൊപ്പം ഇറങ്ങി മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച അസർ കഴിഞ്ഞ മത്സരത്തിൽ അത്ര മികച്ച പെർഫോമൻസ് അല്ല പുറത്തെടുത്തത്. കൂടാതെ നിലവിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ അസറിൻ്റെ കൂടെ ഇറങ്ങുന്ന ഡാനിഷ് ആണെങ്കിലും ഒരുപാട് മിസ് പാസുകൾ കളിയിൽ ഉടനീളം വരുത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള മിസ്റ്റേക്കിൽ നിന്നും ലൊബെറെ പോലെ പോസ്റ്റ് നിലനിർത്തി കളിക്കുന്ന കോച്ചിൻ്റെ ടീം നടത്തുന്ന ബിൽഡപ്പ് അറ്റാക്കിംഗ് പോലെ ആയിരിക്കില്ല പഞ്ചാബിനെ പോലെ ഒപ്പം നടത്തുന്ന മിസ് പാസുകളിൽ നിന്നും മികച്ച കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന ടീമിൽ നിന്നും വരുന്ന അറ്റാക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മിസ് പാസുകൾ ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വരുത്തിയാൽ തീർച്ചയായും ഫോർവേഡുകൾ അടങ്ങുന്ന പഞ്ചാബ് സ്ക്വാഡിൽ നിന്നും ഗോളുകൾ കൺസിഡർ ചെയ്യേണ്ടി വന്നേക്കാം. ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിലേക്ക് വന്ന ലെസ്കോ അടക്കമുള്ള പ്ലേയേഴ്സ് ഒഡീഷയായിട്ടുള്ള മത്സരത്തിൽ അത്ര മികച്ച പെർഫോമൻസിലേക്ക് ഉയർന്നില്ലെങ്കിലും പഞ്ചാബിനെതിരെ മികച്ച പെർഫോമൻസ് നടത്തി തിരിച്ചു വരാൻ തന്നെയാണ് സാധ്യത കൂടുതൽ. കാരണം കഴിഞ്ഞ മത്സരത്തിൽ അസർ അടക്കമുള്ള മിഡ്ഫീൽഡേഴ്സിൽ നിന്ന് അത്ര മികച്ചൊരു സപ്പോർട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസിൽ ലഭിച്ചിട്ടില്ല. പലപ്പോഴും ഒഡീഷയുടെ റൈറ്റ് ബാക്ക് ആമയും ഓവർലാപ്പ് ചെയ്ത് അറ്റാക്കിംഗ് തേർഡിൽ എത്തുന്ന സമയം റൈറ്റ് ബാക്ക് ആമയും റൈറ്റ് വിങ്ങറായ റോയ് കൃഷ്ണയും സ്ട്രൈക്കറായ മൗറീഷ്യയും കൂടിച്ചേർന്ന് ഒരു 3-man ബിൽഡപ്പ് അറ്റാക്കായിരുന്നു റൈറ്റ് ഫ്ലാങ്കിലൂടെ നടത്തിയിരുന്നത്. ഇതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് നടക്കുന്ന ഒഡീഷയുടെ ബിൽഡപ്പ് അറ്റാക്കിംഗ് സമയത്ത് മിഡ്ഫീൽഡേഴ്സിൽ നിന്നും വൈഡ് മിഡ്ഫീൽഡേഴ്സിൽ നിന്നും സപ്പോർട്ട് ലഭിക്കാത്തത് കൊണ്ടാണ് ലെസ്കോയും നവോച്ചയും അടങ്ങുന്ന ലെഫ്റ്റ് ഫ്ലാങ്കിലെ മെയിൻ ഡിഫൻഡേഴ്സിന് ഒഡീഷയുടെ ഈ 3-man അറ്റാക്കിങ്ങിനെതിരെ മികച്ച ഡിഫെൻഡിങ് നടത്താൻ സാധിക്കാതിരുന്നത്. ബ്ലാസ്റ്റേഴ്സിനെതിരായി ഒഡീഷയുടെ ലെബറോ നടത്തിയ ടാക്ടിക്കൽ ബ്രില്യൻസ് ആയ നീക്കങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്താണ്. അതും ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും ഞാൻ കൊടുക്കുന്നതായിരിക്കും. സമയം ലഭിച്ചാൽ നാളത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരത്തിൻ്റെ ഒരു ഫോർമേഷൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ഇന്ന് നൈറ്റ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.